5ാം ക്ലാസ്സിലെ ലിസാനിലെ മാളയുടെ സൊർഫാക്കുന്ന 14 രൂപങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. മാളി എന്നാൽ ഭൂതകാലം. മാളിയുടെ 14 രൂപങ്ങളാണ് പഠിക്കാനുള്ളത്. മുഫ്രദ് എന്നാൽ ഏകവചനം, ഒരാളെ സൂചിപ്പിക്കാൻ. മുസന്ന ദ്വിവചനം, രണ്ടാളുകളെ സൂചിപ്പിക്കാൻ. ജംഅ് ബഹുവചനം, രണ്ടിൽ കൂടുതൽ ആളുകളെ സൂചിപ്പിക്കാൻ. കതബ എന്ന വാക്കിൻ്റെ മാളിയായ 6 രൂപങ്ങളാണ് ഇതിലുള്ളത്. കതബ അവൻ എഴുതി, കതബ അവർ രണ്ടുപേർ എഴുതി, കതബു അവർ രണ്ടിൽ കൂടുതൽ ആളുകൾ എഴുതി. ഇത് മുദക്കറാണ്, ആയിബാണ്. ആയിബ് എന്നാൽ സാന്നിധ്യത്തിലില്ലാത്ത ഒരാളെ സൂചിപ്പിക്കാൻ. മുദക്കറാണ്, മുദക്കർ എന്നാൽ പുല്ലിംഗം. കതബ അവൻ എഴുതി, കതബ അവർ രണ്ടുപേർ എഴുതി, കതബു അവർ രണ്ടിൽ കൂടുതൽ ആളുകൾ എഴുതി. എല്ലാം പുരുഷന്മാരെ കുറിക്കുന്നതാണ്, മുദക്കറാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുഅന്നസ് നോക്കാം. കതബത്ത്. കതബത്ത് എന്നത് ഒരു സ്ത്രീയെ സൂചിപ്പിക്കാൻ. കതബത്ത രണ്ടു സ്ത്രീകൾ. കതബത്ത് എന്നാൽ അവൾ എഴുതി, ഒരു സ്ത്രീ എഴുതി. കതബത്ത അവർ രണ്ടു സ്ത്രീകൾ എഴുതി. കതബ്ന അവർ രണ്ടിൽ കൂടുതൽ സ്ത്രീകൾ എഴുതി. മുഅന്നസാണിത്, ആയിബാണ്. ഈ 3 മുഅന്നസാണ്, ആയിബാണ്. സാന്നിധ്യത്തിൽ ഇല്ലാത്ത സ്ത്രീകളെ പറ്റി സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. നമുക്ക് ഇതിനെ വിശദമായി പഠിക്കാം. മാളിയുടെ 1ാമത്തെ രൂപം കതബ. കതബ എന്ന വാക്ക് നമുക്ക് നോക്കാം. മുഹമ്മദുൻ കതബ, മുഹമ്മദ് എഴുതി. ഒരു സെൻറ്റൻസ് ആക്കുമ്പോൾ മുഹമ്മദുൻ കതബ ദർസ, മുഹമ്മദ് പാഠം എഴുതി. ഹാമിദുൻ ദഹബ, ഹാമിദ് പോയി. ഇനി നമുക്ക് 2ാമത്തെ രൂപം നോക്കാം. മുഹമ്മദുൻ വ ഹാമിദുൻ കതബ, മുഹമ്മദും ഹാമിദും കതബ എഴുതി. അവർ രണ്ടുപേരും എഴുതി. ഈ അലിഫ്, കതബ എന്നതിൻ്റെ കൂടെ വന്ന ഈ അലിഫ് അവർ രണ്ടുപേർ എന്നതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് 3ാമത്തെ രൂപം നോക്കാം. കതബു. കതബു എന്നതാണ് കതബ എന്ന വാക്കിൻ്റെ 3ാമത്തെ മാളിയുടെ രൂപം. അത്തുല്ലാബു കതബു, വിദ്യാർത്ഥികളെല്ലാം എഴുതി. തുല്ലാബുൻ വിദ്യാർത്ഥികൾ, രണ്ടിൽ കൂടുതൽ വിദ്യാർത്ഥികളുണ്ട്. തുല്ലാബുൻ, അത്തുല്ലാബു കതബു രണ്ടിൽ കൂടുതൽ വിദ്യാർത്ഥികൾ എഴുതി. ഇനി നമുക്ക് ഈ കതബു എന്നതിൻ്റെ കൂടെ വന്ന ഈ വാവ് വരുമ്പോൾ അത് ജം ആണ്, ബഹുവചനമാണ് എന്നതിനെ സൂചിപ്പിക്കാനാണ്. കതബു അവർ രണ്ടിൽ കൂടുതൽ ആളുകൾ എഴുതി എന്നതിനെ സൂചിപ്പിക്കാനാണ് ഈ വാവ് വരുന്നത്. അതിൻ്റെ കൂടെയുള്ള ഈ അലിഫ്, അതിന് തൊട്ട് മുമ്പിലെ വാവ് ജം ആണ് എന്ന് മനസ്സിലാക്കാനാണ് ഉപയോഗിക്കുന്നത്. മാളിയുടെ 3ാമത്തെ രൂപമാണ് കതബു. അത്തുല്ലാബു കതബു, വിദ്യാർത്ഥികൾ എഴുതി. അത്തുല്ലാബു ദഹബു, വിദ്യാർത്ഥികൾ പോയി. നമുക്ക് 4ാമത്തെ രൂപം നോക്കാം. 4ാമത്തെ രൂപം കതബത്ത് എന്നാണ്. മാളിയുടെ 4ാമത്തെ രൂപം കതബത്ത് എന്നാണ്. ഫാത്തിമ കതബത്ത്, ഫാത്തിമ എഴുതി. കതബത്ത് എന്നതിലെ സുക്കൂനുള്ള താ വരുമ്പോൾ അത് സ്ത്രീയാണ് എന്ന് സൂചിപ്പിക്കാനാണ്. സുക്കൂനുള്ള താ
അത് സ്ത്രീയാണ് എന്ന് സൂചിപ്പിക്കാനുള്ളതാണ്. കത്തബ എന്നതിൻ്റെ കൂടെ സുക്കൂനുള്ള താ വരും. ഫാത്തിമ കത്തബത്ത്, ഫാത്തിമ എഴുതി. 4ാമത്തെ രൂപം. മാളിയുടെ 5ാമത്തെ രൂപം കത്തബത്ത. മാളിയുടെ 5ാമത്തെ രൂപമാണ് കത്തബത്ത. ഫാത്തിമ വ സുമയ്യ കത്തബത്ത, ഫാത്തിമയും സുമയ്യയും എഴുതി. അവർ 2 പേർ എഴുതി എന്നതിനെ സൂചിപ്പിക്കാൻ കത്തബത്ത എന്നാണ് ഉപയോഗിക്കാറ്. കത്തബത്ത എന്നതിലെ ഈ അലിഫ് അവർ 2 പേർ എന്നതിനെ സൂചിപ്പിക്കുന്നു. ഒരു സ്ത്രീയാകുമ്പോൾ കത്തബത്ത്, 2 പേരാകുമ്പോൾ കത്തബത്ത. മാളിയുടെ 6ാമത്തെ രൂപം കത്തബിന. അവർ 2ൽ കൂടുതൽ സ്ത്രീകൾ എഴുതി എന്നതിനെ സൂചിപ്പിക്കുന്നു. ന എന്ന് വന്നത് കൂടുതൽ പേർ സ്ത്രീകൾ ഉണ്ട് എന്ന് സൂചിപ്പിക്കാനാണ്. അത്വാലിബാത്തു കത്തബിന, വിദ്യാർത്ഥിനികൾ എല്ലാം എഴുതി. 2ൽ കൂടുതൽ വിദ്യാർത്ഥിനികൾ എഴുതി. അത്വാലിബാത്തു 2ൽ കൂടുതൽ വിദ്യാർത്ഥിനികൾ, കത്തബിന എഴുതി. അത്വാലിബാത്തു ദഹബിന 2ൽ കൂടുതൽ വിദ്യാർത്ഥികൾ പോയി. മാളിയുടെ സർഫാക്കുന്ന ആദ്യത്തെ 6 രൂപങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗം അടുത്ത വീഡിയോയിൽ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ.